അപ്പൊ അവിടുന്ന് മാനേജർ പറഞ്ഞു, ഞങ്ങൾ എത്ര കുട്ടികളെ അമുസ്ലിം കുട്ടികളെ കൊണ്ടുവന്നാലും നമ്മളെ സ്കൂളിൽ ചേർക്കും. പക്ഷെ ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ കുട്ടികൾക്ക് മതപരമായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും, ഖുർആൻ പഠിപ്പിക്കും, അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്ന് പഠിപ്പിക്കും, ഭക്ഷണം കഴിക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണമെന്ന് പഠിപ്പിക്കും. അപ്പൊ നിങ്ങളെ കുട്ടികളെ കേട്ട് പഠിച്ചിട്ട് നിങ്ങളെ പുറക്ക് വന്ന അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ പ്രതിഷേധമൊന്നും പറയരുത്, ഞങ്ങൾ മതം മാറ്റിയെന്നൊന്നും പറയരുത്. നിങ്ങൾ മതം മാറ്റാൻ ഉദ്ദേശിച്ചു ഞങ്ങളെ കുട്ടികൾ കുട്ടികൾ മറ്റോ കേട്ട് പഠിക്കൂലേ, അങ്ങനെ പഠിച്ചു പോകുന്നത്. അപ്പൊ നോബൽ പറഞ്ഞു അത് പഠിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ സ്കൂളിൽ ചേർത്തു. അങ്ങനെ സ്കൂളിൽ ചേർത്ത് പഠിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഞാനവിടെ രക്ഷിതാക്കളുടെ ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോ നോബൽ സാറ് പ്രസംഗിക്കുന്നുണ്ട്. സ്റ്റേജും വന്ന് നമ്മളെ രക്ഷിതാക്കളിൽ ഒരാളാണ്, അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. നാറുൽ ഹുദ കാണാൻ നിങ്ങളൊക്കെ പിന്നീട് വരണം. 2500ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ. ഇതൊരു ചെറിയ സ്ഥാപനമാണ് ദാറുൽ ഹുദയുടെ മുമ്പിൽ. ഇത് വളരെ ചെറിയൊരു സ്ഥാപനമാണ്. ഓ സുഹൃത്തുക്കളെ, അവിടെ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോ ഇസ്മായിൽ സഖാഫി മാനേജർ എന്നോട് പറഞ്ഞു, നോബൽ സാർ പ്രത്യേക ഒരു കാര്യം നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താ? എല്ലാ പള്ളിന്റെ അടുക്കും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കണം. ഞങ്ങളെ കോട്ടയം ഭാഗത്തൊക്കെ ക്രിസ്തീയ സമുദായത്തിലുള്ള അച്ഛന്മാര്, പുരോഹിതന്മാർ, അങ്ങനെ എല്ലാ പള്ളിന്റെ അടുത്തും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കും. അതുപോലെ ഉസ്താദിനോട് പറയണം എല്ലാ പള്ളിന്റെ അടുത്തും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ. എന്നാൽ ഈ നാദാപുരം പോലത്തുള്ള കുഴപ്പമൊക്കെ കുറെ കുറയും. നോബൽ സാറ് പറഞ്ഞു വെച്ചതാണ്, അയാൾക്ക് നമ്മളെ സമുദായത്തോട് അസൂയയില്ല, നമ്മളെ സമുദായം നന്നാകണമെന്നാണ് അയാളുടെ ചിന്ത. ഒരിക്കലും തന്നെ മറ്റൊരു സമുദായത്തിലുള്ളവരോട് നമുക്ക് അസൂയയില്ല. പക്ഷേ കണ്ടുപഠിക്കണ്ടേ, നമ്മളെ സമുദായം കണ്ടുപഠിക്കണ്ടേ. എന്താണ് ക്രിസ്തീയ സമുദായത്തിന്റെ പവർ? ക്രിസ്തു സമുദായത്തിൽ ഒരുപാട് പാർട്ടികളുണ്ട്. കേരള കോൺഗ്രസ് തന്നെ എത്ര പാർട്ടിയുണ്ട്, എത്ര കേരള കോൺഗ്രസ് ഉണ്ട്. പക്ഷേ അവരുടെ സമുദായത്തിലുള്ള പണ്ഡിതന്മാർ അവരുടെ സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി, സമുദായത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരേത് പണ്ഡിതൻ, ഏത് അച്ഛൻ പ്രവർത്തിക്കുമ്പോഴും പാർട്ടി നോക്കാതെ എല്ലാ പാർട്ടിക്കാരും അവരെ അച്ഛന്മാരെ സഹായിക്കുന്നു. അതുപോലെ മുസ്ലിം സമുദായത്തിലെ ചുരുക്കം പണ്ഡിതന്മാര് മാത്രമേ സമുദായത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരുള്ളൂ, സമുദായത്തിന് വേണ്ടി സ്ഥാപനം ഉണ്ടാക്കാനുള്ളൂ, സമുദായത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനും സമയം കൊടുക്കാനുമുള്ളൂ. അവര് പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ ഏത് പാർട്ടിയിൽപ്പെട്ട മുസ്ലിമും ഈ മുസ്ലിം പണ്ഡിതന്മാരെ ശക്തിപ്പെടുത്താൻ വേണ്ടി അവരൊക്കെയും പിന്തുണച്ചാൽ ഈ സമുദായത്തിന് ക്രിസ്തു സമുദായത്തെക്കാൾ ഉയരാനുള്ള എല്ലാ ചാൻസും റബ്ബ് തന്നിട്ടില്ലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പൂർവകാല സമുദായം നശിച്ചത് അസൂയ കൊണ്ടാണ്. ആ അസൂയയും പരസ്പരമുള്ള വെറുപ്പും ഈ സമുദായത്തിലും ഇഴഞ്ഞഴഞ്ഞു വരുന്നു. അതാണ് നശിപ്പിക്കുന്നത്, കളഞ്ഞു കളയുന്നത്. കളയുമെന്ന് പറഞ്ഞത് മുടികളയലല്ല, ദീന് കളഞ്ഞു കുളിക്കലാണത്. പരിശുദ്ധ ദീൻ അത് നശിപ്പിക്കുന്നത് അസൂയയാണ്. വല്ലദീ നഫ്സീ ബിയദിഹി, ഏതൊരുത്തന്റെ അധികാരത്തിലാണോ എന്റെ ശരീരമുള്ളത് ആ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ തദ്ഖുൽ ജന്നത ഹത്താ തുമിനൂ, നിങ്ങൾ ശരിയായ വിശ്വാസികളാകാതെ, മുഅ്മിനീങ്ങളാകാതെ സ്വർഗ്ഗത്തിൽ കടക്കൂല. വലാ തുമിനൂ ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മുഅ്മിനാകൂല. അഫലാ ഉനബ്ബിയുക്കും ബിമാ യുസബ്ബിതു ദാലിക ലക്കും, അത് നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്തി തരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുകയും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മളെന്തിന് ഭിന്നിക്കണമെന്ന്. എന്റെ CD സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ എന്തിന് സലാം ചൊല്ലാതിരിക്കണം, എന്തിന് സലാം മടക്കാതിരിക്കണം, എന്തിനൊരു സ്റ്റേജിൽ പങ്കെടുക്കാതിരിക്കണം, എന്തിന് പരസ്പരം അകന്ന് നിൽക്കണം, എല്ലാവരും പരസ്പരം സ്നേഹിക്കണമെന്നല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ആരും ആരോടും അസൂയ വെച്ച് ജീവിക്കരുത്. അസൂയ എന്ന രോഗം, സുബ്ഹാനല്ലാഹ്, അയൽവാസികളോട് അസൂയ. ഞാൻ ഇന്നാളെ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ ഒരു വീട്ടിലേക്ക് പോകണം, ഒരു ആചാര്യ. നാളെ എനിക്ക് പ്രസംഗിക്കാനുള്ള അയാളെ നാട്ടിലാ. അയാൾ വലിയ സംഖ്യ സിറാജുൽ വന്ന് കണ്ടപ്പോ വലിയ സംഖ്യ നാളെ അല്ലാഹുവിന് ബർക്കത്ത്. ഞാൻ അയാളെ വീട്ടിൽ ക്ഷണിച്ചപ്പോ പോയി ഒരിക്കല്. അങ്ങനെ ചെന്നപ്പോ കാറ് കൊണ്ടുപോകാന് വല്ലാത്ത ഇടുക്കം, റോഡിന് വല്ലാത്ത ഇടുക്കം. ഞാൻ എന്താ വിചാരം, ഇതൊന്ന് വീതിയായിക്കോട്ടെ റോഡ്. ഉസ്താദ് എത്ര പൈസ വേണമെങ്കിൽ ഞാൻ കൊടുക്കാറ് തൊട്ടടുത്ത പറമ്പുകാരനോട്. പക്ഷേ
തരുന്നില്ല, എത്ര തന്നാലും തരൂല എന്നാ പറയുന്നത്. അങ്ങനെ കാറ് കൊണ്ടുപോണ്ടാന്ന അതേ സമയത്ത് ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് പറയട്ടെ, സിറാജുൽ ഹുദ, ഞാനൊരു തലക്കെട്ടി മുസ്ലിയാരാ. ഈ മുസ്ലിയാരായ ഞാൻ ഈ പേരാമ്പ്ര വന്നിട്ട് നമ്മളെ കുഞ്ഞമതാജിയും ഞങ്ങളും കൂടി വന്ന് ഈ സ്ഥലം കണ്ട് ഈ സ്ഥലം എടുത്തപ്പോ നമുക്ക് വഴിക്ക് സ്ഥലം വേണം. ഇവിടെയുള്ള തൊട്ടടുത്തുള്ള വീട്ടുകാരായ മുസ്ലിം സഹോദരന്മാരോട് വഴിക്ക് മാത്രം സ്ഥലം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ അവർ തന്നു. അതുകൊണ്ടാണ് നമുക്ക് നല്ല സുഖസുന്ദരമായിട്ട് പോകാൻ സാധിച്ചത്. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, നമ്മൾ നന്നാകണ്ടേ, നമ്മുടെ സമുദായം നന്നാകണ്ടേ. പറയട്ടെ, ഖബർ വല്ലാതെ ഇടുങ്ങുന്ന ചില ജനങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, തൊട്ടടുത്ത വീട്ടുകാരന് അതാ വഴി കൊടുക്കാൻ പറയുമ്പോ തൊട്ടാൻ വിടൂല. സുബ്ഹാനല്ലാഹ്, ഒരിഞ്ച് ഭൂമിയും പോകുന്നില്ല. കൊള്ളിന്റെ താഴെ ഭാഗം കുറച്ചിങ്ങനെ ഗർഭം പോലെ ഉണ്ട്, അതൊന്ന് ചെത്തിയാ മതി. പക്ഷെ കാലൂന്നി തൊടാൻ വിടൂല. ഓ ഞാനത് കെട്ടിത്തരട്ടെ, നീ കെട്ടിയും വേണ്ട, തലാക്കും ചെല്ലണ്ട, ഇല്ല ഞാൻ എന്തായാലും തരൂല എന്ന് പറയുന്ന അസൂയക്കാരില്ലേ? ഏറ്റവും ഇടുങ്ങിയ ഖബറിൽ അവര് തന്നെയല്ലേ? അസൂയ എന്ന രോഗം എത്ര അപകടം പിടിച്ച രോഗമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെ തൊട്ടടുത്ത വീട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ നല്ലോണം സന്തോഷിക്കണം. തൊട്ടടുത്ത വീട് ഭംഗിയിൽ ഉണ്ടാക്കും. പഠിച്ചോനെ വേഗം അതിന്റെ പണി തീർത്തിട്ട് നല്ല ഭംഗിയിൽ കാണിച്ചു തരണേന്ന് ദ്വാരക്കണം നമ്മള്. അതെന്തിനാ? നമുക്ക് പുരയിൽ ഇതിങ്ങനെ കണ്ടൂടെ? ആ ഭംഗി കാണുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള സംഗതിയല്ലേ? നിങ്ങളൊക്കെ ഇപ്പൊ എന്തിനാ ഇവിടെ ചെടി ഉണ്ടാച്ചത് നിങ്ങളെ സന്തോഷിപ്പിക്കാന്. നിങ്ങളൊക്കെ സന്തോഷിപ്പിക്കാൻ ഉണ്ടാച്ച ഭംഗി കാണൽ എല്ലാവർക്കും വലിയ ഇഷ്ടാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സദഖയാണ് എന്ന് പറഞ്ഞത്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മാണ്. കാരണം അയാളെ സന്തോഷിപ്പിക്കലാണത്. എല്ലാരെയും സന്തോഷിപ്പിക്കേണ്ട, ആരെയും വെറുപ്പിക്കല്ല വേണ്ടത്. പുഞ്ചിരിക്കൽ, ആരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കണം. അതിന് ഷട്ടറൊന്നും പൊക്കണ്ടാലോ, വേഗം കഴിയൂലേ? ഒന്ന് കണ്ടാലൊന്ന് പുഞ്ചിരിക്കുക. എനിക്കൊരു സ്ത്രീ ഒരു ദിവസം ബാപ്പാന്റെ അടുത്ത് ഒരു കത്ത് കൊടുത്തയച്ചു. എന്റെ ഭർത്താവ് നിങ്ങളെ സജീവ പ്രവർത്തകനാണ്, നല്ല മനുഷ്യനാണ്, പക്ഷെ എന്നെ കണ്ടാ പുഞ്ചിരിക്കൂല, എന്നോട് ചായ പോലും വാങ്ങി കുടിക്കൂല, പെങ്ങന്മാരോടെ കുടിക്കുള്ളൂ. അങ്ങനെ ആകാൻ പാടില്ല. ഭാര്യയോട് പുഞ്ചിരിക്കണം, മക്കളോട് പുഞ്ചിരിക്കണം, ശിഷ്യന്മാരോട് പുഞ്ചിരിക്കണം, എല്ലാവരോടും പുഞ്ചിരിക്കണം. അതാണ് ദീന്. ഇരിക്കട്ടെ, കാരണം അതവരെ സന്തോഷിപ്പിക്കലാണ്. ഭംഗിയുള്ളത് കാണൽ എന്തൊരു സന്തോഷമാണ്. അതുകൊണ്ടാ കൊഞ്ഞനം കാട്ടലെ ഹറാമായത്. കൊഞ്ഞനം കാട്ടലെ ഹറാമാ. എന്റെ മുഖം ഞാൻ ചുരുട്ടിപ്പിടിക്കുന്നത് നിങ്ങൾക്കെന്താ? എന്റെ മുഖം ഞാൻ അങ്ങനെ ചുരുട്ടിപ്പിടിക്കാൻ പറ്റൂല. അങ്ങനെ നിനക്ക് ചുരുട്ടിപ്പിടിക്കണോ? നീ ഒരു കാര്യം ചെയ്യോ, ബാത്റൂമിനുള്ളിൽ കയറുക, കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കുക, നന്നായി ചുരുട്ടിപ്പിടിച്ചോ. നീ കൊഞ്ഞനം കാട്ടിക്ക് ഒരു ഹറാമില്ല. നേരെ മറിച്ച് മറ്റൊരുത്തന്റെ മുമ്പിൽ അത് പറ്റൂല. അതാണ് ഇസ്ലാം. ഓ സുഹൃത്തുക്കളെ, അപ്പൊ ഭംഗി കാണുക. നമ്മളെ തൊട്ടടുത്ത വീട്, അത് ഭംഗി കാണും, എന്തൊരു സന്തോഷമാണ്. അവിടെ ഭംഗിയിലെ പണി തീരാൻ ദ്വാരക്കാ വേണ്ടത്. നമ്മളെ വീട് എത്ര ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടെന്താ? അതിന്റെ ഭംഗി കാണണമെങ്കിൽ നമ്മൾ മുറ്റത്തിറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കണ്ടേ? തൊട്ടടുത്ത വീട് ഭംഗിയിലായല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ, അല്ലേ? എന്റെ മുഖം ഞാൻ എത്ര നന്നാക്കിയാലും അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് കാണാനാണ്. ഞാൻ എന്റെ മുഖം ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്റെ മുഖം ഞാൻ താടി വാർന്നാൽ, ഞാൻ തലയെക്കെട്ടൊപ്പിച്ച് കെട്ടിയാൽ, ഞാൻ മുടി വാർന്നാൽ ഒക്കെ നിങ്ങൾക്ക് കാണാനായി, എനിക്കല്ല. എനിക്ക് നിങ്ങളെ മുഖമാണ് നന്നാക്കി തരേണ്ടത്, അല്ലേ? അതുകൊണ്ട് തന്നെ സ്ത്രീകളെ, നിങ്ങൾ ഭർത്താക്കന്മാരെ സമീപിക്കുമ്പോ ഏറ്റവും നല്ല ഭംഗിയുള്ള ഡ്രസ്സും ഇട്ടിട്ടല്ലാതെ ആ നാറുന്ന തുണിയും എടുത്തിട്ട് ഭർത്താവിന്റെ സമീപത്ത് പോകരുത് കേട്ടോ. അതുപോലെ അത്തർ പൂശാതെ പൗഡർ ഇടാതെ അതേ നല്ല ഭംഗിയിലല്ലാതെ നിങ്ങൾ ഭർത്താക്കന്മാരെ സമീപിക്കാൻ പാടില്ല. ഓ പുരുഷന്മാരെ, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് ഇങ്ങോട്ട് അവകാശമുണ്ട്, പുരുഷന്മാരോടും അവകാശമുണ്ട്. അവിടെ മഹാന്മാരായ ചിലര് സ്ത്രീകളെടുത്ത് പോകുമ്പോ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടിട്ടേ ഭാര്യന്റെ അടുത്ത് പോവുള്ളൂ, ഏറ്റവും നല്ല അത്തർ പറ്റിയിട്ടേ പോവുള്ളൂ. എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോ ഈ ആയത്താ ഓതി കൊടുത്തത്. സ്ത്രീകൾക്ക് നമ്മളിലും അവകാശമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും നാറുന്ന നിലക്ക് പോകാൻ പാടില്ല. ഓ സുഹൃത്തുക്കളെ, എന്താണ് ഇസ്ലാം? ഇസ്ലാം വെറും നിസ്കാരം മാത്രം പറഞ്ഞ മതമാണോ? വെറും നോമ്പ് മാത്രം പറഞ്ഞ മതമാണോ? ഇസ്ലാം പഠിക്കാത്തതല്ലേ നമ്മുടെ പ്രശ്നം? സ്റ്റേജുകളൊക്കെ ഗീബത്ത് പറയാനുള്ളതാണോ? പണ്ഡിതന്മാരുടെ ഡ്യൂട്ടി ഗീബത്ത് പറയലും നമീമത്ത് പറയലുമാണോ? അള്ളാന്റെ ദീനൊന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കലല്ലേ പണ്ഡിതന്മാരുടെ ഡ്യൂട്ടി? അപ്പോഴല്ലേ ഈമാൻ ഉണ്ടാകൂ, അപ്പോഴല്ലേ തഖ്വ ഉണ്ടാകൂ. ഓ മുഅ്മിനീങ്ങളെ, അതേ ഞാൻ പറഞ്ഞു വന്നത്, മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കണം. അപ്പൊ തൊട്ടടുത്തുള്ള വീട്
വീട്, ആ വീട് ഭംഗിയിലുണ്ടാകുന്നത് കാണുമ്പോ അതേ സന്തോഷിക്കേണ്ടവരാണ് നാം. നേരെ മറിച്ച് നമ്മളെ മനസ്സിനതിൽ പ്രതിഷേധം പാടില്ല. അതിന്റെ പണി തീരുമ്പോൾ മനസ്സ് വിഷമിക്കാൻ പാടില്ല. മറിച്ച് ഏതൊരു അയൽവാസിക്കും അല്ല എന്ത് നിയമത്തും ചെയ്യുമ്പോ സന്തോഷമല്ലാതെ അത് പടച്ചവനല്ലേ കൊടുക്കുന്നത്, പടച്ചവനല്ലേ കൊടുക്കുന്നത്. അല്ലാഹ് കൊടുക്കുന്നത് സന്തോഷം, അവനല്ലേ ആർക്കെന്ത് കൊടുക്കണമെന്നറിയുന്നത്. ആ റബ്ബ് കൊടുക്കുന്നതിനുള്ള പ്രതിഷേധത്തിന്റെ പേരാണ് അസൂയ. ആ അസൂയ ഖൽബിലുള്ളവൻ അവൻ ഒരിക്കലും തന്നെ നശിച്ചു പോവുകയല്ലാതെ പുരോഗമിക്കൂല കേട്ടോ. അതേ സമയത്ത് വിശാലമായ മനസ്സ്, നല്ല മനസ്സ് നമുക്കുണ്ടാകണം. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെക്കുന്നവന്റെ അസൂയയിൽ നിന്ന്, അസൂയക്കാരന്റെ ശർറിൽ നിന്ന് പടച്ചവനോട് കാവൽ ചോദിക്കുന്നു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തിന്റെ അവസാനം. ഇനിയോ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് പറയാൻ സമയമില്ലല്ലോ, നമുക്ക് അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് പറയാം. ഇപ്പൊ ഒറ്റ വാക്കിലേക്ക് പറഞ്ഞു തീർക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി വിശദീകരണം അടുത്ത വർഷം. ഇപ്പോൾ ഒറ്റ വാക്കിൽ ചുരുക്കസാരം മാത്രം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു. ഇനി പറയുന്നത് എന്താണ്? ഖുൽ പറയൂ നബിയെ, അഊദു ബിറബ്ബിൻ നാസ്, മനുഷ്യരുടെ റബ്ബിനെ കൊണ്ട് ഞാൻ കാക്കുന്നു. മനുഷ്യരെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ്, അവനെ കൊണ്ട് ഞാൻ കാക്കുന്നു, അവനോട് ഞാൻ കാവല് ചോദിക്കുന്നു. റബ്ബിന്നാസ് മലിക്കിന്നാസ്. അല്ല വെറും പോറ്റല് മാത്രമല്ല, പോറ്റല് നമ്മൾ പലതിനെയും പോറ്റാറില്ലേ, ജനങ്ങൾ പലതിനെയും പോറ്റാറില്ലേ. വിദേശത്ത് പോകുന്ന ആളുകൾ ചിലപ്പോ സ്വന്തം കഫീലിനെ പറ്റി അർബാബ് എന്നാ പറയാ, റബ്ബ് എന്നല്ലേ എന്റെ നേരെ അർത്ഥോ, പോറ്റുന്നവരുന്ന്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു റബ്ബല്ല അല്ലാഹ്. അല്ലാഹു തആല അങ്ങനത്തെ തന്നല്ല. മലിക്കിന്നാസ്, ജനങ്ങളുടെ അധിപനായ രാജാവാണവൻ. അവന്റെ മേലെ ഒരാളുമില്ല, അവനേക്കാൾ ഒന്നിനും കഴിയുന്ന ആരുമില്ല. മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവായ അധിപനായ അല്ലാഹ്, അവന്റെ മേലെ ഒരു രാജാവുമില്ല. ഇലാഹിന്നാസ്, പോറ്റി വളർത്തുന്നതല്ല, കൊടുക്കുന്നതല്ല, അധിപനല്ല. അങ്ങനെ വരുമ്പോൾ അവനല്ലേ ആരാധനക്കർഹനുള്ളൂ. ഇലാഹിന്നാസ്, മനുഷ്യന്റെ ആരാധ്യനായ അല്ലാഹ്. ഇവിടെ ബഹുമാനിക്കാൻ പലരുമുണ്ട്, ആദരിക്കാൻ പലതുമുണ്ട്. കഅബയെ ആദരിക്കണം, കഅബയെ ആദരിക്കണം, പക്ഷെ ആരാധിച്ചൂടാ. ഹജറുൽ അസ്വദിനെ ആദരിക്കണം, ബഹുമാനിക്കണം, ചുംബിക്കണം, തൊട്ട് മണക്കണം, നെറ്റി വെക്കണം, അങ്ങനെ പലതും വേണം ഹജറുൽ അസ്വദിന്റെ മേലെ. അതാ തൊട്ടിട്ട് മണക്കാൻ കഴിയൂലെങ്കിൽ ചൂണ്ടിയിട്ട് കയ്യെങ്കിലും മണക്കണം. അതാ കല്ലിന്റെ ബഹുമാനാണ്, ആ കല്ലിനെ ബഹുമാനിക്കാണ്, പക്ഷെ ആരാധിക്കലല്ല. ആരാധനയാകണമെങ്കിൽ കേവലം ബഹുമാനം ആരാധനയല്ല. ബാപ്പ വരുമ്പോ എഴുന്നേറ്റുന്നാൽ ആരാധനയല്ല. അതേസമയം നിസ്കാരത്തിൽ അള്ളാനെ ബഹുമാനിച്ച് എഴുന്നേറ്റുന്നാൽ ആരാധനയാണ്. എവിടെയാ വ്യത്യാസം? അതൊക്കെ ഞാൻ വിശദമായി എന്റെ മലച്ചീടിയിലും പറഞ്ഞിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറയട്ടെ, അങ്ങേ അറ്റത്തെ ഗുണം ചെയ്യുന്നവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. അങ്ങേ അറ്റത്തെ ദോഷം വരുത്താൻ, ദോഷം ചെയ്യാൻ കഴിയുന്നവനും അല്ലാഹേ ഉള്ളൂ. എന്ന് പറഞ്ഞാലോ ആര് മുഖേന, എന്ത് മുഖേന എന്ത് ഗുണം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും അതൊക്കെ അല്ലാഹ് പടച്ചു കൊടുക്കുന്നത് കൊണ്ടും അല്ലാഹ് തോന്നിപ്പിക്കുന്നത് കൊണ്ടും അല്ലാഹ് കഴിവ് കൊടുക്കുന്നത് കൊണ്ടുമല്ലേ. അപ്പൊ അങ്ങേയറ്റത്തെ ഗുണം അല്ലാഹുവിങ്കൽ നിന്നാണ്. ഞാനിപ്പോൾ പറയുകയാണ്, നിങ്ങൾ സ്വളന്നോട്ടെ, ഞാനിപ്പോൾ വെള്ളത്തിന് വേണ്ടി തേടിയിരിക്കുകയാണ്. ആ വെള്ളം കിട്ടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അങ്ങേയറ്റത്തെ ഗുണം ചെയ്തത് ഇയാളല്ല, അത് അള്ളയാണ്. എടുത്തു തരാൻ അയാൾക്ക് അല്ലാഹ് തോന്നിപ്പിച്ചു. ഇവിടെ വെള്ളം കൊണ്ടുവെക്കാൻ വേണ്ടി വളണ്ടിയർമാർക്ക് അല്ലാഹ് തോന്നിപ്പിച്ചു. അല്ലാഹ് തോന്നിപ്പിച്ചില്ലെങ്കിൽ ഇത് ഇവിടെ ഉണ്ടാവൂല. ഈ വെള്ളം അല്ലാഹ് പടച്ചു. അതെ, ഈ വെള്ളത്തിന്റെ ഗ്ലാസിനാവശ്യമുള്ള വസ്തു അല്ലാഹ് പടച്ചു.
എന്നിട്ട് തരാൻ വേണ്ടിയുള്ള തോന്നലല്ല പടച്ചു. അങ്ങനെ തോന്നിയപ്പോൾ അദ്ദേഹം ഇങ്ങെടുത്തു തരുമ്പോ എടുത്തു തരാനുള്ള കഴിവല്ല പടച്ചു കൊടുത്തു. അപ്പോൾ എന്റെ കയ്യിലേക്ക് വെള്ളം കിട്ടി. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ വെള്ളത്തിന് വേണ്ടി ഞാൻ തേടിയത് അദ്ദേഹത്തോടാണ്. അത് പടച്ചവൻ തരാൻ വേണ്ടി അയാളോട് തേടിയതാണ്. വെള്ളം തന്നതല്ലയാണ്. അതുകൊണ്ട് ഞാനിത് കുടിക്കുമ്പോ അയാളെ പേര് പറയൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാന്റെ പേര് കൊണ്ട് തുടങ്ങി കുടിക്കുന്നു. ഞാൻ ഇതിന്റെ പിന്നിൽ കാണുന്നത് അള്ളാനെയാണ്. ഇത് വെറും നിമിത്തമാണ്. ഇതുപോലെ തന്നെയാണ് മുസ്ലിമീങ്ങൾ. അവർ അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, മലക്കുകളാകട്ടെ, കഅബ ശരീഫ് ആകട്ടെ, ഹജറുൽ അസ്വദ് ആകട്ടെ, ഏതൊന്നിൽ അവർ നന്മ പ്രതീക്ഷിക്കുന്നുണ്ടോ അതെല്ലാം അള്ളാഹ് പടച്ചു തരുന്നത് അതിന്റെ നിമിത്തങ്ങൾ എന്ന നിലക്ക് മാത്രമാണ്. കഅബയെ ബഹുമാനിക്കുന്നത്, ഹജറുൽ അസ്വദിനെ ബഹുമാനിക്കുന്നത്, നബിയെ ബഹുമാനിക്കുന്നത്, ഔലിയാക്കളെ ബഹുമാനിക്കുന്നത്, മഖ്ബറയെ ആദരിക്കുന്നത്, റൗള ശരീഫിനെ ബഹുമാനിക്കുന്നത്, അങ്ങനെ എല്ലാം നിമിത്തങ്ങൾ എന്ന നിലക്കാണ്. അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവൻ സൃഷ്ടാവായ പടച്ചവനാണ്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവൻ എന്ന നിലക്ക് ഒരു വസ്തുവിനെ ബഹുമാനിക്കുമ്പോൾ ആ ബഹുമാനമാണ് ആരാധന. അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവരെന്ന വിശ്വാസത്തോടെ, അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്ന വസ്തു എന്ന വിശ്വാസത്തോട് ഒരു വസ്തുവിനെ ബഹുമാനിക്കുന്നതാണ് ആരാധന. അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദിനെ ബഹുമാനിച്ചതോ, കഅബയെ ബഹുമാനിച്ചതോ, അമ്പിയാക്കൾ ഔലിയാക്കളെ ബഹുമാനിച്ചതോ, അവരെ ജാറത്തെ ബഹുമാനിച്ചതോ അതൊന്നും തന്നെ അള്ളാഹുവിൽ പങ്കുചേർക്കലല്ല, ഇബാദത്തല്ല, അത് ആദരവ് മാത്രമാണ്. അതേ സമയത്ത് ആരാധനക്കർഹൻ അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവൻ എന്ന നിലക്ക് ആദരവിന് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ. അവനാണ് ആരാധ്യൻ, ഇലാഹ്. അതാണ് ദൈവം ഒന്നേ ഉള്ളൂ. ഇലാഹിന്നാസ്, മനുഷ്യരുടെ ദൈവമായ, മനുഷ്യരുടെ ആരാധ്യനായ അല്ലാഹുവിനെ കൊണ്ട് ഞാൻ കാക്കുന്നു. ഇത് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് മുസ്ലിം സമുദായത്തിൽ കുറെ ഭിന്നതകൾ ഉണ്ടായി. അല്ലാഹുവേ, എല്ലാവർക്കും നീ നാഫിയായ ഇൽമിനെ കൊടുക്കണേ റഹ്മാനേ. എല്ലാവർക്കും നീ ചിന്താശക്തി കൊടുക്കണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, നന്മയുടെ നിമിത്തങ്ങൾ അത് വഫാത്തിന് മുമ്പും ശേഷമൊക്കെ ഇല്ലേ? 50 വഖത്ത് നിസ്കാരല്ലേ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർബന്ധാക്കി കൊടുത്തത്, നമുക്ക് നിർബന്ധാക്കി തന്നത്. പക്ഷേ ഇറങ്ങി വരുമ്പോൾ 6ാമത്തെ ആകാശത്തിൽ വെച്ച് കലീമുല്ലാഹി മൂസാ നബി വഫാത്തായി പോയ മഹാനാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം നബിതങ്ങളുമായി സംസാരിക്കുന്നു. ആ നിസ്കാരം ചുരുക്കിത്തരാൻ പറയണമെന്ന് ആവശ്യപ്പെടുന്നു. മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ ഒരു സഹായം ചെയ്തതിനാൽ 50 നേരത്തെ നിസ്കാരത്തിന് പകരം 5 നേരത്തെ നിസ്കാരം കൊണ്ട് 50 നേരത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലം മുസ്ലിം സമുദായത്തിന് അല്ലാഹ് കൊടുത്തില്ലേ? വഫാത്തിന്റെ ശേഷം മഹാന്മാര് സഹായിക്കുന്നത് കണ്ടോ? അത് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസല്ലേ? അത് തന്നെയല്ലേ ഖുർആൻ പറഞ്ഞത്? അതേ, വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. അതേ, അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ റസൂലുള്ളാഹി അദാ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ റസൂൽ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. മൂസാ നബിയുടെ സഹായം ഖിയാമത്ത് നാൾ വരെ ഉള്ള ജനങ്ങൾക്ക് വഫാത്തിന്റെ ശേഷവും കിട്ടിയിട്ടുണ്ട്. ഖുർആനും ഹദീസും പഠിപ്പിച്ചില്ലേ? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, സർവ നന്മയുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. അതേ, അല്ലാഹുവല്ലാതെ കൊടുക്കുന്നവരില്ല, അല്ലാഹുവല്ലാതെ തടയുന്നവരില്ല. സൃഷ്ടികളെല്ലാം നിമിത്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മളെ മനസ്സിൽ നമ്മൾ കാണുന്നതെല്ലാ വിഷയത്തിലും അല്ലാഹുവിനെയാണ്. അൽഹംദുലില്ലാഹ്, സർവസ്വയും അല്ലാഹ്ക്കാണ്. കാരണം അല്ലാഹയാണ് അത് തന്നത്. ഓ മുഅ്മിനേ, ആ റബ്ബിനോട് കാവല് ചോദിക്കുന്നു. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ആരിൽ നിന്നാണ് ഇവിടെ കാവല് ചോദിക്കുന്നത്? ഇത് നേരത്തെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖിൽ ഉള്ളതുപോലെയല്ല, അതിനേക്കാണ് ഗൗരവമാണ് ഇവിടെ. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അവിടെ അല്ലാഹുവിന്റെ ഒരു മഹത്വം മാത്രമാ പറഞ്ഞത്.
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ റബ്ബിനോട് കാവൽ ചോദിക്കുന്നു. ഒരു മഹത്വം മാത്രമാണ് അവിടെ പറഞ്ഞത്, ഇവിടെ 3 മഹത്വമാ പറഞ്ഞത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് 1, മലിക്കിന്നാസ് 2, ഇലാഹിന്നാസ് 3 മഹത്വം പറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ചോദിക്കുകയാണ്. എന്തേ കാരണം? ഇവിടെ ചോദിക്കാൻ പോകുന്നത് ആ സൂറത്തിൽ ചോദിച്ചതിനേക്കാളും ഗൗരവമുള്ള വിഷയമാണ്. അവിടെ ചോദിച്ചത് എന്തായിരുന്നു? ഈ ഭൂമിയിലുണ്ടാകുന്ന എല്ലാ വസ്തുക്കളുടെയും ഷർറിൽ നിന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട ചിലത് പറഞ്ഞല്ലോ, ഇഴജന്തുക്കളെ ഷർറ്, രോഗത്തിന്റെ ഷർറ്, അതുപോലെ സിഹ്ർ ചെയ്യുന്നവരെ ഷർറ്, അങ്ങനത്തെ ഷർറുകൾ, അസൂയക്കാരന്റെ ഷർറ്, അതൊക്കെയല്ലേ അവിടെ പറഞ്ഞത്. ഇവിടെ ചോദിക്കാൻ പോകുന്നത് ആഖിറത്തിന്റെ വിഷയത്തെ ബാധിക്കുന്നതാണ്, മനുഷ്യന്റെ ദീനിനെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ദുന്യാവിന്റെ കാര്യം അത് തൽക്കാലമാണ്, ദുന്യാവിലെ ആരോഗ്യം താൽക്കാലികമാണ്, ദുന്യാവിലുള്ള പണം താൽക്കാലികമാണ്, ദുന്യാവിലുള്ള ശല്യം താൽക്കാലികമാണ്, ദുന്യാവിലുള്ള ഏത് വിഷമവും താൽക്കാലികമാണ്. അതേ സമയത്ത് നമ്മളെ ഈമാനിന് കേടുവന്നാൽ, നമ്മളെ ഇസ്ലാം ദീനിന് കേടുവന്നാൽ അത് തീരാത്ത ലോകത്തെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? ആ പ്രശ്നം ഉണ്ടാക്കുന്നവരെ ഷർറിൽ നിന്നാണ് ഇവിടെ കാവൽ ചോദിക്കുന്നത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, അതേ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന, മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രണം ചെയ്യുന്ന, സംശയങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ശർറിൽ നിന്ന്. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, സംശയങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ശർറിൽ നിന്ന്. അൽ ഖന്നാസ്, ആ സംശയമുണ്ടാക്കുന്നവർക്കൊരു സ്വഭാവമുണ്ട്. അതെന്താണ്? ഒറ്റയടിക്ക് പോടാ എന്ന് പറഞ്ഞങ്ങ് അതേ തട്ടിപ്പുറപ്പെടിച്ചങ്ങ് തട്ടിക്കളഞ്ഞാൽ അവരങ്ങ് മാറി നിൽക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ വന്ന് സംശയം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതാണ് ഖന്നാസ് എന്ന വാക്കിന്റെ അർത്ഥം. ഖന്നാസ് എന്ന വാക്കിന്റെ ഉദ്ദേശം ആദ്യം തന്നെ പിഴപ്പിക്കാൻ വരുമ്പോ ആദ്യം തന്നെ അത് അങ്ങ് അട്ടിയോടിച്ചു കളഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അടുക്കൂല. അല്ലെങ്കിലോ കുറച്ചൊരു പ്രവേശനം കൊടുത്താലോ പിഴപ്പിക്കുന്നത് വരെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഖന്നാസ് എന്ന് പറഞ്ഞത്. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. എന്താണ് അവരെ പണി? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാക്കുകയാണവർ. ആരൊക്കെയാണ് പണിയെടുക്കുന്നത്? മിനൽ ജിന്നത്തി വന്നാസ്, അത് ജിന്നുകളെ കൂട്ടത്തിലുമുണ്ട്, മനുഷ്യന്മാരെ കൂട്ടത്തിലുമുണ്ട്. ജനങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്നവർ അങ്ങനെ ജിന്നുകളെ കൂട്ടത്തിലും മനുഷ്യന്മാരെ കൂട്ടത്തിലും. അതാ നല്ല മനുഷ്യന്മാരെ മനസ്സുകളിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ആ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അതാ അല്ലാഹുവിനോട്, റബ്ബുന്നാസ് മലിക്കുന്നാസ് ഇലാഹിന്നാസ്, ആ റബ്ബിനോട് കാവലാക്കുന്നു. ഇതൊരു വലിയ വിഷയമാണ് മുഅ്മിനീങ്ങളെ, വലിയ വിഷയമാണ് സുഹൃത്തുക്കളെ. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞെന്റെ പ്രസംഗമങ്ങ് നിർത്തട്ടെ. നിങ്ങളൊന്ന് മുസ്ഹഫ് മറിക്കൂ. മുസ്ഹഫ് മറിച്ചാൽ ആദ്യം കാണുന്ന സൂറത്തിന്റെ പേര് എന്താ മോനെ? മുസ്ഹഫിൽ ആദ്യത്തെ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ സൂറത്താണ്. അവസാനം കാണുന്ന സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിന്നാസ് ആണ്. ഇനിയൊന്ന് പറയട്ടെ, സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹുവിനെ പുകഴ്ത്തി. അല്ലാഹ് റഹ്മാൻ റഹീം റബ്ബുൽ ആലമീൻ മലികി യൗമിദ്ദീൻ, അതൊക്കെ ഞാൻ എന്റെ ഫാത്തിഹ സൂറത്തിന്റെ വാതിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ പേരിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്നാ സുഹൃത്തുക്കളെ, പടച്ചവനെ അതൊക്കെ പുകഴ്ത്തിയിട്ട് അല്ലാഹുവിലേക്ക് അങ്ങ് തവക്കുലാക്കി ഫാത്തിഹയിൽ അങ്ങ് പറഞ്ഞു, ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു അല്ലാഹ്, വ ഇയ്യാക നസ്തഈൻ, ആരാധന നടത്താനും ഞങ്ങളെ കൊണ്ടാവൂല, ഞങ്ങൾക്കൊന്നിനും കഴിയൂല, ഒരാൾക്കും ഒന്നിനും കഴിയൂല. അതുകൊണ്ട് ആരിൽ നിന്ന് എന്ത് സഹായം കിട്ടണമെങ്കിലും, ഞങ്ങൾക്ക് എന്ത് സഹായം കിട്ടണമെങ്കിലും, എന്ത് കാര്യം ചെയ്യണമെങ്കിലും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലാ. ഞങ്ങളെ മലക്കുകൾ സഹായിക്കണമെങ്കിൽ നീ സഹായിക്കണം, അമ്പിയാക്കളെ സഹായിക്കണമെങ്കിൽ നീ സഹായിക്കണം, ഔലിയാക്കളെ സഹായിക്കണമെങ്കിൽ നീ സഹായിക്കണം, പണ്ഡിതന്മാരെ
പാവപ്പെട്ടവരെ സഹായം കിട്ടാൻ നീ സഹായിക്കണം, പണക്കാരെ സഹായം കിട്ടാൻ നീ സഹായിക്കണം, ഡോക്ടറെ സഹായത്തിന് നീ സഹായിക്കണം, മരുന്നിന്റെ സഹായത്തിന് നീ സഹായിക്കണം, എഞ്ചിനീയറോ അല്ലെങ്കിൽ അതാ യന്ത്രങ്ങളോ തന്ത്രങ്ങളോ മന്ത്രങ്ങളോ ഏത് സഹായം എവിടുന്ന് കിട്ടുന്നുണ്ടോ അതൊക്കെ നിന്റെ സഹായമാണ് അല്ലാ. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഏത് വിഷയത്തിലും ആരോടെന്തിന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം പ്രതീക്ഷിക്കുന്നു, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുന്നു. അത് പറഞ്ഞിട്ട് പിന്നെ റബ്ബിനോട് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ സഹായം തേടലാണ്. ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാ, ഞങ്ങളെ വഴി തെറ്റിക്കരുതേ അല്ലാ. എന്നിട്ട് അല്ലാഹുവോട് പറയുന്നത് എന്താണ്? അതേതാ നേരെയുള്ള വഴി? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരെ വഴിയാണ്. അമ്പിയാക്കൾ നടന്നു വന്ന വഴി, അതേ സിദ്ദീഖീകൾ നടന്ന വഴി, ശുഹദാക്കൾ നടന്ന വഴി, സജ്ജനങ്ങൾ നടന്ന വഴി. ആ വഴി എന്ന് ഞങ്ങളെ തെറ്റിക്കരുതേ അല്ലാഹ്. മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, നവവി ഇമാം റളിയല്ലാഹു അൻഹു, അങ്ങനെ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, അങ്ങനെ കഴിഞ്ഞു പോയതൊക്കെ മഹാന്മാരുണ്ടോ? നമ്മളെ നാട്ടിൽ കഴിഞ്ഞു പോയതൊക്കെ മഹാന്മാരുണ്ടോ? പാണക്കാട് പൂക്കോയ തങ്ങളെ കേട്ടിട്ടില്ലേ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് നിങ്ങളെ കേട്ടിട്ടില്ലേ? കണ്യത്ത് ഉസ്താദിനെ കേട്ടിട്ടില്ലേ? ഈക ഉസ്താദിനെ കേട്ടിട്ടില്ലേ? അതേ കീന ഉസ്താദിനെ കേട്ടിട്ടില്ലേ? അതുപോലെ അതാ ഒരുപാട് ആലിമികൾ ഒക്കെ ഉസ്താദിനെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഈ കാലഘട്ടത്തിനടുത്ത് വഫാത്തായി പോയ പണ്ഡിതന്മാർ, അവരെ മുമ്പ് കഴിഞ്ഞു പോയ ഖുതുബി തങ്ങളെ കേട്ടിട്ടില്ലേ? ഉമർ ഖാദിയെ കേട്ടിട്ടില്ലേ? മമ്പറം തങ്ങളെ കേട്ടിട്ടില്ലേ? അങ്ങനെ അതാ നമ്മുടെ മുൻഗാമികളായ ഏതൊക്കെ സാലിഹീങ്ങളുണ്ടോ, മഹാന്മാരുണ്ടോ? നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എത്രയോ സയ്യിദന്മാരില്ലേ? അവേലത്ത് തങ്ങളും ജമലുല്ലി തങ്ങളും അതുപോലെ ഫദ്ൽ തങ്ങളും ശിഹാബ് തങ്ങളും, അങ്ങനെ എത്രയെത്ര സയ്യിദന്മാര് വിട്ടുപിരിഞ്ഞു പോയി. അതിന്റെ മുമ്പ് എത്ര വലിയ സയ്യിദന്മാര് വിട്ടുപിരിഞ്ഞു പോയി. ഓ സുഹൃത്തുക്കളെ, സജ്ജനങ്ങളെല്ലാം സുന്നത്ത് ജമാഅത്തിലല്ലേ? അത് തന്നെയാ ചോദിക്കുന്നത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്ത മഹാന്മാരെ വഴിയിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ ദേഷ്യം വെച്ചവരുടെ വഴിയിലല്ല, വലദ്ദാല്ലീൻ, പിഴച്ചവരെ വഴിയിലുമല്ല. അപ്പൊ നമ്മളെ ഹിദായത്ത് സന്മാർഗം, ആ സന്മാർഗം നിലനിർത്തി തരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഫാത്തിഹ. മുസ്ഹഫിന്റെ തുടക്കം നമ്മളെ ഹിദായത്ത് നിലനിർത്താനാണെങ്കിൽ മുസ്ഹഫിന്റെ അവസാനം വരുന്ന സൂറത്ത് പടച്ച റബ്ബിനോട് കാവല് ചോദിക്കുന്നവന്റെ മഹത്വം പറഞ്ഞുകൊണ്ട്, ആരിൽ നിന്നാ കാവല് ചോദിക്കുന്നത്? ഞങ്ങളെ വിശ്വാസം പിഴപ്പിച്ചു കളയുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്നതിന് സംശയമുണ്ടാക്കുന്ന, ഞങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ സംശയമുണ്ടാക്കുന്ന, അങ്ങനെ സംശയമുണ്ടാക്കുന്ന കക്ഷികളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അതിൽ ജിന്നുകള്, ശൈത്താന്മാര്, ശയാത്തീനിൽ ഇൻസിവൽ ജിന്നി എന്ന് ഖുർആനിലുണ്ട്. ജിന്നുകളെ കൂട്ടത്തിലുമുണ്ട് ശൈത്താന്മാര്, മനുഷ്യന്മാരെ കൂട്ടത്തിലുമുണ്ട് ശൈത്താന്മാര്. മനുഷ്യനെ പിഴപ്പിച്ചു കളയുന്നവര്, ആ പിഴപ്പിച്ചു കളയുന്നവരുടെ ഷർറിൽ നിന്ന് അതേ അവര് മനസ്സിലിങ്ങനെ സംശയങ്ങൾ ഉണ്ടാക്കി അവര് പിഴപ്പിക്കുന്നു, അവരെ ഷർറിൽ നിന്ന് കാവല് ചോദിക്കുന്നു. അതാണ് മിൻ ശദ്ദിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. അതിന്റെ ചില മോഡലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്വന്തം ഭർത്താവിനെയും ഭാര്യയും തെറ്റിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാരെയും ഭാര്യ വീട്ടുകാരെയും തെറ്റിക്കാൻ വേണ്ടി ഭർത്താവിന്റെ ആളുകൾ സിഹ്ർ ചെയ്തു എന്നോ, അല്ലെങ്കിൽ ആ ഭാര്യന്റെ വീട്ടുകാർ സിഹ്ർ ചെയ്തു എന്നോ, അങ്ങനെയുള്ള വസ്വാസുകൾ ഉണ്ടാക്കുന്ന കക്ഷികള്. ഇതുപോലെ തന്നെ ആലിമീങ്ങൾക്ക് വിവരമില്ല, ആലിമീങ്ങൾക്ക് വിവരമില്ല, നമ്മളെ ശൈഖിനാണൊക്കെ അറിയുന്നതെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വിശ്വാസത്തിൽ തകർച്ച ഉണ്ടാക്കുന്ന വ്യാജ ത്വരീഖത്തുകാര്, അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികളൊക്കെ പിഴച്ചുപോയി എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂല് സാധാരണക്കാരനാണെന്ന് പറയുന്നവര്, പടച്ചവന് കയ്യും കാലുമുണ്ടെന്ന് പറയുന്നവര്, എല്ലാവരും ഈ സൂറത്തിന്റെ പരിധിയിൽപ്പെട്ടു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നതി വന്നാസ്. ഞാൻ നിർത്തട്ടെ, ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മജ്ലിസിലേക്ക് വരണം, അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ.
ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അവൻ മാത്രമേ തടയുന്നവനുള്ളൂ, അവൻ മാത്രമേ കാവൽ നൽകുന്നവനുള്ളൂ. രോഗത്തിൽ നല്ലേ റബ്ബ് വലിയ കാവൽ നൽകേണ്ടത്. അതേ, ഒരു ചെറിയ രോഗം അതിനെത്ര ചെലവ് നമ്മൾ കണക്കാക്കുക, ഒരു തലവേദനയ്ക്ക് എത്രയെ ചെലവ് കണക്കാക്കുക. ഒരു രോഗവും വരാതെ റബ്ബ് നമുക്കിങ്ങ് കാവല് തന്നാൽ എത്ര അള്ളാന്റെ ദീനിന് കൊടുത്താൽ എന്താണ്? ആ കൊടുക്കുന്നതോ സദഖ ജാരിയ, നിലനിൽക്കുന്ന ധർമ്മം. അതേ, ഞാൻ ഓർക്കുന്നു, ഈ ബിൽഡിങ്ങിന് സഹായിച്ചവരുണ്ട്, ആ ബിൽഡിങ്ങിന് സഹായിച്ചവരുണ്ട്. റബ്ബേ, അതവർക്ക് സദഖ ജാരിയാക്കണം റഹ്മാനെ. ഈ ബിൽഡിംഗ് നിലനിൽക്കുന്ന കാലത്തോളം, അവിടുന്ന് കുട്ടികൾ ഫാത്തിഹ ഓതുന്ന കാലത്തോളം, ഖുർആനും ദീനും പഠിക്കുന്ന കാലത്തോളം, അവരെ ദുനിയാവിന്റെ പഠനങ്ങൾ ഇംഗ്ലീഷും സയൻസും പഠിക്കുന്ന കാലത്തോളം ആ ബിൽഡിങ്ങിന് സഹായിച്ചവർക്ക് പ്രതിഫലം അല്ലാഹു കൊടുക്കൂലേ? അത് അവര് മരിച്ചാലും കൊടുക്കൂലേ? ഇന്ന് പഠിക്കുന്ന കുട്ടികൾ ഒഴിഞ്ഞുപോയി ഖിയാമത്ത് നാൾ വരെ അവിടെ പഠിക്കുമ്പോഴെല്ലാം പ്രതിഫലം കിട്ടൂലേ? അത് ഖിയാമത്ത് നാൾ വരെ കിട്ടൂലേ? അത് സദഖ ജാരിയ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇദാ മാത ഇബ്നു ആദമ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ പ്രവർത്തനവും തീർന്നുപോയി. ഇല്ലാ മിൻ സലാസ്, 3 പ്രവർത്തനങ്ങൾ തീരുന്നില്ല. എന്താണത്? അതേ, സദഖത്തുൻ ജാരിയ, എന്നെന്നും നിലനിൽക്കുന്ന ധർമ്മമാണ്. അത് തീരുന്നില്ല, അതിങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോഴെല്ലാം ഖബറിലും വരുമാനം വരികയാണ്. അതുപോലെ ഉപകാരപ്രദമായ ഇൽമ് എനിക്കതാ മഹാനായ പുല്ലൂക്കര ഉസ്താദ് കിതാബ് ഓതി തന്നു, നെല്ലിക്കത്ത് ഉസ്താദ് കിതാബ് ഓതി തന്നു, അബ്ദുള്ള ഉസ്താദും മിമ്മിച്ചാൻ ഉസ്താദും കിതാബ് ഓതി തന്നു. അതേ, ഇടിവെട്ടി തർവൈ മുസ്ലിയാര് മഹാനവറുകൾ എനിക്ക് കിതാബ് ഓതി തന്നു. അതുപോലെ പയ്യോളിയിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാര് കിതാബ് ഓതി തന്നു. അതുപോലെ എനിക്കതാ ഇൽമ് പറഞ്ഞു തന്ന, മദ്രസയിൽ ഇൽമ് പറഞ്ഞു തന്ന കുറെ ഉസ്താദുമാരുണ്ട്. അതുപോലെ തന്നെ ദർസിൽ വെച്ച് ഇൽമ് പറഞ്ഞു തന്ന അതേ മൊയ്ത് മുസ്ലിയാരുണ്ട്, അതുപോലെ കുഞ്ഞബ്ദുള്ള മുസ്ലിയാരുണ്ട്. അങ്ങനെ പല ആലിമീങ്ങളുമുണ്ട്. അല്ലാഹു അവരൊക്കെ മരിച്ചുപോയി, അവരൊക്കെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ഉസ്താദ് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഉസ്താദ് അവരുകളെ നീ തന്നെ സംരക്ഷിക്കണേ റഹ്മാനെ. ഓ സഹോദരന്മാരെ, പക്ഷേ ഞാൻ പറയട്ടെ, ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദ് വഫാത്തായി പോയി. ഞാനിവിടെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദിന് ഖബറിൽ പ്രതിഫലം കിട്ടുന്നു, പുല്ലൂക്കര ഉസ്താദിന് പ്രതിഫലം കിട്ടുന്നു. അതേ, പുല്ലൂക്കര ഉസ്താദിന്റെ ഉസ്താദ് കീഴ ഉസ്താദിന് പ്രതിഫലം കിട്ടുന്നു. അതേ, പയ്യോളി അബ്ദുറഹ്മാൻ മുസ്ലിയാര ഉസ്താദ് കെ ഉസ്താദിന് ഖബറിൽ പ്രതിഫലം കിട്ടുന്നു. ഞങ്ങൾക്കതാ മർക്കസിൽ വന്ന് ഞങ്ങൾക്ക് തഖസ്സുസിന് വേണ്ടി പഠിക്കുമ്പോ ആദ്യമായി തുടങ്ങി തന്ന കണ്യത്ത് ഉസ്താദ് അവിടുത്തെ ഖബറിൽ പ്രതിഫലം കിട്ടുന്നു. ഇൽമു എന്നത് ചെറിയ സംഗതിയല്ല, ആലിമീങ്ങൾ ചെറിയ സംഗതിയല്ല. അവർക്ക് ഖിയാമത്ത് നാൾ വരെ അവർക്ക് കിട്ടുന്ന വരുമാനത്തിന് കണക്കില്ല. പടച്ചവന്റെ അടുക്കലേക്ക് 800ഓളം കുട്ടികളെ വെച്ചിട്ട് സഹീഹുൽ ബുഖാരി മഹാനായ കാന്തപുരം ഉസ്താദ് രാവിലെ ദർസ് നടത്തുന്നു. ഉസ്താദിന്റെ ശിഷ്യന്മാർ അതാ കുറ്റ്യാടിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ദർസ് നടത്തുമ്പോഴെല്ലാം ഉസ്താദിന്റെ അടുകളിലേക്ക് എത്ര വരുമാനമാ വരുന്നത്. അത് ആലിമീങ്ങൾക്ക് അല്ലാഹു കൊടുത്തൊരു പവറല്ലേ. ഉപകരിക്കുന്ന ഇൽമ്. മൂന്നാമത് നബി തങ്ങൾ അതാ പഠിപ്പിക്കുന്നു, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. അതേ, നല്ല കുട്ടികൾ, നല്ല മക്കള് നിസ്കരിക്കുമ്പോ ബാപ്പാക്കും ഉമ്മാക്കും പ്രതിഫലം, നോമ്പെടുക്കുമ്പം പ്രതിഫലം, സദഖ കൊടുക്കുമ്പം പ്രതിഫലം. യദ്ഉ ലഹു. നല്ല മക്കൾക്കൊരു ലക്ഷണമുണ്ട്, അത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, അത് മരിച്ചുപോയ ബാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യുന്ന മക്കളാണ്. പശുവിനെ കുഴിച്ചിടുപോലെ കുഴിച്ചിട്ട് തിരിച്ചു വരുന്നവരല്ല. മക്കളത് ബാപ്പക്കും ഉമ്മക്കും ദുആ ചെയ്യുന്ന മക്കളാണ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ സ്കൂളുകളിൽ പഠിക്കുന്ന, സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ മക്കളെയും ഉമ്മ ബാപ്പയെ ഓർമ്മിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അപ്പൊ സദഖ ജാരിയ, നിലനിൽക്കുന്ന സദഖ. റബ്ബേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്.
ഒറ്റ വാക്കിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. വസ്വാസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. സുബ്ഹാനല്ലാഹ്, ചില സ്ത്രീകൾക്ക് കുളിച്ചിട്ട് തീരുന്നില്ല, ചിലർക്ക് ഒതുവെടുത്തിട്ട് തീരുന്നില്ല, ചിലർക്ക് കൈകെട്ടിയിട്ട് തീരുന്നില്ല, അല്ലാഹു അക്ബർ പറഞ്ഞ് തീരുന്നില്ല. സുബ്ഹാനല്ലാഹ്, പഠിച്ചവനെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞാൻ ഇപ്പൊ വരുമ്പോ കുറ്റിയാടി നിശാകരിക്കുമ്പോണ്ട് എന്റെ അങ്ങോട്ട് വേറൊരു പാവ ഒരു മൊല്ലിയാട്, അയാൾ നിസ്കരിച്ച് ഞങ്ങളൊക്കെ നിസ്കരിച്ച് ആളുകൾക്ക് പിന്നെ മൂപ്പർ നിസ്കരിക്കുന്നതാണ്. മൂപ്പർക്ക് സംശയം തീർന്നില്ല, നിസ്കരിക്കുന്നതാണ്. അല്ലാഹു നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. എന്തൊരു രോഗാണ്, ശൈത്താനാണത്. വസ്വാസ് എന്ന് പറയുന്നത് പടച്ചവനെ പേടിക്കുന്ന ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇബ്ലീസ് കൊണ്ടുവരുന്ന വലിയൊരു തന്ത്രമാണത്. അത് ഏതെല്ലാം നിലക്കുണ്ട്. ചിലപ്പോ വിശ്വാസത്തിൽ വസ്വാസ് കൊണ്ടുവരും. വിശ്വാസത്തിൽ ചില ഖഹരിയായ വസ്വാസ് എന്നൊരു സംഗതി ഉണ്ട്. അതുകൊണ്ട് കുറ്റക്കാരനാവില്ല. എങ്ങനെ? പെട്ടെന്ന് മനസ്സിൽ വളരെ മോശമായ തോന്നിപ്പോവുക, പെട്ടെന്ന് മനസ്സിൽ വളരെ മോശമായി തോന്നിപ്പോവുക ഇബ്ലീസ് ഉണ്ടാക്കുന്ന ഒരു ഷർറാണ്. എങ്ങനെ? പെട്ടെന്ന് ഒരുത്തന്റെ മനസ്സിൽ ഒരൊറ്റ തോന്നല്, പഠിച്ചവനുണ്ടോ എന്നൊരൊറ്റ തോന്നല്. അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ലല്ലോ, കഫറായി പോവില്ലേ എന്നപ്പം തന്നെ അവന്റെ മനസ്സിൽ വരികയും ചെയ്തു. അതിന് തെറ്റില്ല. അത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരു വിശ്വാസമാണ്. അതിന് തെറ്റില്ല. അതിന്റെ പേരിൽ ബേജാറാവുകയും വേണ്ട. അതേ സമയത്ത് അത് പെട്ടെന്ന് ശൈത്താൻ മനസ്സിൽ കൊണ്ടുവരുന്നു, നമ്മളപ്പം തന്നെ തട്ടിക്കളയുന്നു. അതിന് കുറ്റമില്ല. അതേ സമയത്ത് മനസ്സിൽ നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊന്നാണ് ശൈത്താൻ വലഹാൻ എന്നൊരു ശൈത്താനുണ്ട്. ആ വലഹാന്റെ പരിപാടി എന്നാണ്? വെള്ളം കൊണ്ട് കളിപ്പിക്കലാണ്. നിങ്ങൾ കാണുന്നില്ലേ, ചിലർ കുളത്തിലിറങ്ങിയിട്ട് ഹൗലിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനൊരു നീക്കല്, വെള്ളം ഇങ്ങനെ നീക്കിയിട്ട് അടീനിങ്ങ് കോരുക എന്ന് പിടിച്ചിട്ട് അടീനിങ്ങ് കോരിയിട്ട് ഉദുവിന്റെ ഫർളിനെ ഈ സെൽപ്പെടുക്കുന്നില്ല. ബാറ്ററിക്ക് തകരാറാണ്. ചിലർക്ക് അല്ലാ തക്ബീറിങ് വരുന്നില്ല. ഇത് ശൈത്താനാണ്. ആ ശൈത്താനെ ആട്ടിയോടിക്കൽ എങ്ങനെ? ഒരു സംശയത്തിനും വില വെക്കാതിരിക്കൽ കൊണ്ടാണ്. സംശയത്തിന് വില കൽപ്പിക്കാതിരിക്കുക, അത് തന്നെയാണ് അതിന്റെ ചികിത്സ. അതാണ് ഖന്നാസ് എന്നല്ലേ പറഞ്ഞത്. ഖന്നാസ് എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ആട്ടി ഓടിച്ചാ പോകുന്നൊരു സാധനമാണത്. ആട്ടി ഓടിക്കണം. ഇതുപോലെ ഉമ്മമാരെ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ സീഡികളും കേസറ്റുകളും പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കേട്ടോ. നേരെ മറിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളെ ഇത് കൊണ്ടുവരുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, സംശയമുണ്ടാക്കുന്ന കേസറ്റാണത്, സംശയമുണ്ടാക്കുന്ന സീഡിയാണത്, സംശയമുണ്ടാക്കുന്ന ബുക്കാണത്. കൊണ്ടുവരുമ്പോ തന്നെ പോടാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ആട്ടി ഓടിച്ചു കളയണം. അല്ലെങ്കിലോ യുക്തിവാദിയുടെ സീഡി കേട്ടാ നിങ്ങൾ കാഫറായി പോകും. ചേകനൂറിന്റെ പുസ്തകം വായിച്ചാൽ കാഫറായി പോകും. ഖാദിയാനിയുടെ പുസ്തകം വായിച്ചാൽ കാഫറായി പോകും. പടച്ചവന് കയ്യും കാലമുണ്ടെന്നും പടച്ചവൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുവെന്നും പടച്ചവൻ ഇടത്തെ കൈയുണ്ടെന്നൊരു പുസ്തകത്തിലും ഇടത്തെ കൈയില്ലെന്ന് വേറെ പുസ്തകത്തിലുമൊക്കെ ഇന്ന കക്ഷികൾ അവരുടെ വിശ്വാസം വിശ്വസിച്ചാൽ കാഫറായി പോകുമെന്ന് അവർ തന്നെ അവരുടെ പുസ്തകത്തിൽ 952 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, സംശയമുണ്ടാക്കുന്നത് കൊണ്ടുവരുമ്പോ അപ്പൊ തന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറയണം. അതാണ് എങ്കിലേ അത് മാറി നിൽക്കൂ. ഇതുപോലെ ശൈത്താൻ, വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താൻ മാറി നിൽക്കണമെങ്കിൽ 3 പ്രാവശ്യം മുഖം കഴുകിയിട്ട് ശരിയായില്ല തോന്നി അത്ര മദീനങ്ങ് വെച്ചേക്കണം. നീയത്തീര് ശരിയായില്ല തോന്നി അത്ര മദീനങ്ങ് വെച്ചേക്കണം. അത് പിന്നെ സംശയിച്ചിട്ട് പിന്നെയും കൊണ്ടുപോകാൻ ഒരുങ്ങിയാൽ പിന്നെ സംശയം തീരൂല. പിന്നെ നിസ്കരിക്കാൻ ശൈത്താൻ വിടൂല. അതുകൊണ്ട് വസ്വാസ് എന്ന് പറഞ്ഞതിൽ ആ ഒരു വസ്വാസിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ആ സൂറത്ത് വിവരിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അതും കൂടി സൂചനയിൽ പെടുത്തുന്നു. പടച്ച റബ്ബേ, മനുഷ്യന്മാരെ വസ്വാസിൽ നിന്നും അതുപോലെ ജിന്നിന്റെ വസ്വാസിൽ നിന്നും സർവ്വ വസ്വാസിൽ നിന്നും ഞങ്ങൾക്ക് കാവൽ തരണേ അല്ലാ. ഞങ്ങളെ മനസ്സും ഞങ്ങളെ ആത്മാവും ഞങ്ങളെ ശരീരവും സർവ്വ വസ്വാസിൽ നിന്നും രക്ഷപ്പെടുത്തി നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. സുഹൃത്തുക്കളെ, അസൂയ എന്ന രോഗം അത് വല്ലാത്ത ഗൗരവമുള്ള രോഗം. അല്ലാഹുവേ, ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, അസൂയ എന്ന രോഗം, അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തന്റെ ഒരു ശിഷ്യനായ പണ്ഡിതന്റെ രോഗം കാണാൻ പോയി. മരണമാസന്നമായ സമയമാണ്. സമീപത്ത് എന്ന് ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോ ഈ ശിഷ്യൻ പറഞ്ഞു, ഓതണ്ട എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ചൊല്ലിക്കൊടുത്തപ്പോ പറഞ്ഞു ലാ അഖൂലു ദാലിക, ഞാനത് ചൊല്ലൂല എന്ന് പറഞ്ഞങ്ങ് മരിച്ചുപോയി. ഇന്നാലില്ലാ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ മടങ്ങി. ഇദ്ദേഹം എന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ വലിയ പ്രഗത്ഭനല്ലേ, ഇദ്ദേഹത്തിന് എന്ത് പറ്റിപ്പോയി അല്ലാഹ്. പക്ഷേ ആ ശിഷ്യന്റെ അവസാന ഗതി ഓർത്തിട്ട് മഹാനായ ഫുളൈൽ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിഷമം, ടെൻഷൻ. വീട്ടിൽ നിന്ന് 10-40 ദിവസത്തോളം ബഹുമാനപ്പെട്ടവര് അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഒരു ദിവസം അതാ ഈ ശിഷ്യനെ നരകത്തിലേക്ക് ചങ്ങലക്കിട്ട് മലക്കുകൾ വലിച്ചു കൊണ്ടുപോകുന്നത് കാണുകയാണ് സ്വപ്നത്തില്. ചോദിച്ചു, നിനക്കെന്ത് പറ്റിയടാ, നീ എന്റെ ശിഷ്യന്മാരിൽ വലിയ പ്രഗത്ഭനല്ലേ? ആ സമയത്ത് ആ ശിഷ്യന്റെ മറുപടി, ഉസ്താദേ 3 തെറ്റ് കാരണത്താൽ എന്റെ ആഖിബത്ത് ചീത്തയായി പോയി. അല്ലാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും, ഞങ്ങളുടെ ബിൽഡിങ്ങുകളുടെ പ്രവർത്തനങ്ങളും, ഞങ്ങളെ ക്യാന്റീനിന്റെ പ്രവർത്തനങ്ങളും, ഞങ്ങളെ സിറാജുൽ ഹുദയുടെ പ്രവർത്തനങ്ങളും, CM സെന്ററിന്റെ പ്രവർത്തനങ്ങളും, ഞങ്ങളുടെ മർക്കസിന്റെ പ്രവർത്തനങ്ങളും, ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് ഫലം കിട്ടണമെങ്കിൽ ഞങ്ങളെ ആഖിബത്ത് നന്നായി മരിക്കട്ടെ അല്ലാഹ്. ഞങ്ങൾ ഇന്നുവരെ പ്രസംഗിച്ച പ്രസംഗങ്ങളും, ഞങ്ങൾ മുഅ്മിനീങ്ങൾ ആലിമീങ്ങളെ സദസ്സിൽ വന്നതും മുതഅല്ലിമീങ്ങളെ സദസ്സിൽ വന്നതും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഖിബത്ത് നന്നായി മരിപ്പിച്ചു തരണേ അല്ലാഹ്. അതില്ലെങ്കിൽ ചെയ്ത പണിയൊക്കെ വെറുതെ അല്ലേ സുഹൃത്തുക്കളെ? അതിന്റെ അധികാരം അല്ലാഹുവിങ്കലല്ലേ സുഹൃത്തുക്കളെ? എന്റെ ആഖിബത്ത് ചീത്തയായി പോയി എന്ന് അദ്ദേഹം പറയുകയാണ്. എന്താ കാരണം? ഒന്ന്, എന്റെ മനസ്സിൽ മറ്റുള്ളവരോട് അസൂയയായിരുന്നു. അല്ലാഹ് ഒരാൾക്ക് എന്തെങ്കിലും ഒരു പവർ കൊടുക്കുമ്പോ, സ്റ്റാറ്റസ് കൊടുക്കുമ്പോ അതിലെന്റെ മനസ്സിനെന്തോ ഒരു വിഷമമായിരുന്നു. ഒന്ന്. രണ്ടാമത്തത്, എനിക്കൊരു രോഗമുണ്ടായിരുന്നു. അതെന്താണ്? ഭീഷണി പറയുക. ഒരാളെയും മറ്റൊരാളെയും തെറ്റിക്കാൻ വേണ്ടി, നിന്നെ കൊണ്ട് ഇയാൾ ഇന്നത് പറഞ്ഞു എന്ന് പറയാ, അയാൾ നിന്നെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാ, അതുപോലെ തന്നെ അയാൾ മോശക്കാരനാണ് എന്ന് പറയാ, അയാൾ ചതിക്കാണ് എന്ന് പറയാ, അങ്ങനെ മറ്റൊരാളെ കൊണ്ട് കുറ്റം പറയുന്ന സ്വഭാവം, അതിന്റെ പേരാണ് നമീമത്ത്. അങ്ങനെ ഏഷണി പറയുന്ന ഒരു സ്വഭാവം പണ്ഡിതനായ എനിക്കുണ്ടായിരുന്നു. മറ്റൊന്ന് സുബ്ഹാനല്ലാഹ്, എനിക്കൊരു രോഗം വന്നിട്ട് പല ചികിത്സകളും ചെയ്തു നോക്കി. പക്ഷേ ചികിത്സ കൊണ്ട് രോഗം മാറിയില്ല. അവസാനം ഒരു വൈദ്യര് പറഞ്ഞു, കൊല്ലത്തിലൊരു പ്രാവശ്യം ഒരു കോപ്പ കള്ള് കുടിക്കണം. ഒരു കോപ്പ കൊല്ലത്തിലൊരു പ്രാവശ്യം കുടിച്ചാൽ മതി. അങ്ങനെ ഞാൻ ആ ചികിത്സക്ക് വേണ്ടി ഞാൻ മനസ്സിലാക്കി കള്ള് കുടിക്കാമെന്ന്. ഇന്നാലില്ല, നജസിലുണ്ടോ, കള്ളിലുണ്ടോ ശിഫ? ഇല്ല, കള്ളില് ശിഫയില്ല. പക്ഷേ ഒരു കോപ്പ കള്ളങ്ങ് കുടിച്ചു കൊല്ലത്തിലൊരു തവണ. ഈ 3 തെറ്റുകൾ വന്നു പോയതിനാൽ നിങ്ങൾ യാസീൻ ഓതുമ്പോ, ഖുർആൻ ഓതുമ്പോ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ. ഈമാൻ തെറ്റി മരിക്കുന്നവന്റെ ലക്ഷണമാണ് ഖുർആൻ ഓർമ്മ വേണ്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോ വേണ്ടെന്ന് പറഞ്ഞു. അതേ, എന്റെ ആഖിബത്ത് ചീത്തയായി പോയി. ഓ മുഅ്മിനീങ്ങളെ, അസൂയ വല്ലാത്ത രോഗമാണ്, നമീമത്ത് വല്ലാത്ത രോഗമാണ്. ഇനി വസ്വാസിന്റെ കൂട്ടത്തിൽ വേറെ ഒന്നുണ്ടാവും കൂടി പറയാണ്. ഈ അടുത്തൊരു പെൺകുട്ടിയുടെ തലാഖ് വാങ്ങി. എന്താ പ്രശ്നം? ഭർത്താവിനെപ്പോഴും ഭാര്യയെ സംബന്ധിച്ച് സംശയ രോഗം എന്നതൊരു വസ്വാസാണ്. സ്വന്തം ഭാര്യയെ സംബന്ധിച്ച്